ഗിൽസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നാളത്തെ എക്സാമിൽ നിങ്ങൾക്ക് എന്തായാലും 3ഓളം ക്വസ്റ്റ്യൻസ് വരയ്ക്കാൻ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ വരയ്ക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റ് നമ്മളുടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവന് ഡ്രോ എ 7 cm ലൈൻ ആൻഡ് ഡിവൈഡഡ് ഇറ്റ് ഇൻടു 3 ഈക്വൽ പാർട്ട്. 7 cm നീളമുള്ള ഒരു വര വരച്ച് അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കുക. അപ്പൊ നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്താണ്? 7 cm ഒരു ലൈന് വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അല്ലെ. അത് ഞാൻ ആദ്യം അങ്ങോട്ട് വരച്ചു വെച്ചു. 7 cm ലൈന് വരയ്ക്കാം. അപ്പൊ ഇതിനെ എനിക്ക് എത്ര ഈക്വൽ പാർട്ട് ആക്കേണ്ടത്? 3 ഈക്വൽ പാർട്ടാണ് ആക്കേണ്ടത് അല്ലെ. 3 ഈക്വൽ പാർട്ട് ആക്കണം. ഇതിനെ 3 ഈക്വൽ പാർട്ട് ആക്കണം. പക്ഷെ 7നെ 3 ഈക്വൽ പാർട്ട് ആക്കിയാൽ നമുക്ക് 7/3 അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പോയിന്റ് ഉള്ള നമ്പറാ കിട്ടുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ഈക്വൽ പാർട്ട് അല്ലേ നമ്മളോട് പറഞ്ഞത്. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കുക. 3ന്റെ ഗുണനങ്ങൾ 3 ഉണ്ട്, അടുത്തത് 6, then 9, 12, 15 അങ്ങനെയാണ് അല്ലെ 3ന്റെ മൾട്ടിപ്പിൾ പോകുന്നത്. 3ന്റെ മൾട്ടിപ്പിളില് ഈ വര 7 അല്ലേ. 7നോട് അടുത്ത നമ്പർ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. 7നോട് അടുത്തിട്ടുള്ള നമ്പർ ഏതാണ്? 6 ആണ് 7നോട് ഏറ്റവും കൂടുതൽ അടുത്ത നമ്പർ ഇതില്ലേ അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 6 cm ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നു. 6 cm വെറുതെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഒരു ചെരിഞ്ഞ ഒരു ലൈൻ വരച്ചു കൊടുക്കും 6 cm. ഓക്കെ, 6 cm. ഇനി ഈ 6 cm ലൈനിനെ 3 ഈക്വൽ പാർട്ട് ആക്കാൻ പറഞ്ഞാൽ എന്തോ പണിയുണ്ടോ? ഇല്ല അല്ലെ. 6 cm ലൈനെ 3 ഈക്വൽ പാർട്ട് ആക്കാൻ നമ്മൾ 2 cm, 2 cm, 2 cm ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 3 cm ഈ ഒരു ലൈനെ ഞാൻ എന്ത് ചെയ്യുന്നു? 6 cm ഈ ലൈനെ 3 ഈക്വൽ പാർട്ട് ആക്കുന്നു. 1 and 2 എന്തായി? നമ്മൾ 3 ഈക്വൽ പാർട്ടാക്കി. ഒരു പാർട്ട്, 2 പാർട്ട്, 3 ഈക്വൽ പാർട്ടാക്കി. ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് ഇവനില്ലേ, ഇവന്മാർ ഈ 2 അറ്റങ്ങൾ, ഈ അറ്റങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇവന്മാരെ നീട്ടി വരയ്ക്കുന്നു. ഇവന്മാരൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നു. നോക്ക്, ഇവന്മാർ 2 ഞാൻ ജസ്റ്റ് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. 2 ഞാൻ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. യോജിപ്പിച്ചു. റെഡി? ഇനി എങ്ങനെയാ ഇതിനെ 3 ഈക്വൽ പാർട്ട് ആക്കാന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്നറിയോ? ഇവനില്ലേ ഈ ഒരു പച്ച ലൈനില്ലേ, ആ പച്ച ലൈനിൽ പാരലലായിട്ട് ഇതാ ഇവിടെ അല്ലേ ഇവനെ 3 ഈക്വൽ പാർട്ട് ആക്കിയില്ലേ. ആ 3 ഈ ഈക്വൽ പാർട്ടാക്കി ഇവിടുന്നും ഒരു ലൈന് താഴോട്ട് വരയ്ക്കുക, ഇവിടുന്നും ഈ ഒരു ലൈന് താഴോട്ട് വരയ്ക്കുക. അപ്പോഴാണ് 3 ഈക്വൽ പാർട്ട് ആവുക. അതാ നമുക്ക് 1, 2, 3. ഇവിടെ നിങ്ങൾക്ക് സംശയം വരുന്നത് എങ്ങനെയാ മിസ്സേ ഈ പാരലലായിട്ട് സമാന്തരമായിട്ട് ഇവിടെ എങ്ങനെ ലൈന് വരയ്ക്കുക എന്നുള്ളതായിരിക്കും. നിങ്ങൾ എങ്ങനെയാ വരയ്ക്കേണ്ടത്? ഇതാ ഇത്രയേ ഉള്ളൂ മക്കളെ പരിപാടി. ഞാൻ സമാന്തരമായിട്ടുള്ള ലൈൻ എങ്ങനെയാ വരയ്ക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് അതിനാണ് നമ്മളുടെ ആര് വേണ്ടത്? നമ്മളുടെ സെറ്റ് സ്ക്വയർ വേണ്ടത്. സെറ്റ് സ്ക്വയർ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയറിനെ നമ്മൾ ഈ പച്ച ലൈനിലെ ഇതിന് പാരലലായിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? സെറ്റ് സ്ക്വയർ ഈ പച്ച ലൈനിന് നേരെയായിട്ട് വെച്ചു കൊടുക്കുന്നു. ഓക്കെ, സെറ്റ് സ്ക്വയർ ഈ പച്ച ലൈനിന് നേരെയായിട്ട് വെച്ചു കൊടുക്കുന്നു. നേരായോ? കറക്റ്റ് നേരെ. ഓക്കെ, കറക്റ്റ് ഇതിൽ തന്നെ കുത്തിയിട്ട് വെച്ചു കൊടുത്തു. ഓക്കെ, ഇനി ഈ സെറ്റ് സ്ക്വയറിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാ ഈ സ്കെയിലില്ലേ, ഈ സ്കെയില് ജസ്റ്റ് ഇതാ ഇതിന് നേരെയായിട്ട് വെക്കുന്നു. ഇതിന്റെ നേരെ താഴെയായിട്ട് വെക്കേ. യെസ്, ഇതിന്റെ നേരെ താഴെയായിട്ട് പിടിക്കും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ട വെച്ചാൽ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ മെല്ലെ ഈ സ്കെയിലിന്റെ മുകളിലൂടെ നീക്കി കൊടുക്കുക. ഇതാ ഇങ്ങനെ നീക്കി ഒന്നാമത്തെ പാർട്ടിന്റെ മുകളിലെത്തി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു ലൈന് വരച്ചു കൊടുക്കും. ഇവിടുന്ന് ഒരു ലൈന് വരയ്ക്കും. ഇനി അടുത്തത് ഇതിന്റെ മുകളിൽ കൂടെ തന്നെ നീക്കി രണ്ടാമത്തെ പാർട്ടിന്റെ അടുത്തത്തെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടുന്നും ഇതിന് നേരെ ഒരു ലൈന് വരച്ചെടുക്കും. ഓക്കെ, സോ ഇവനായിരിക്കും ഇതിന്റെ 3 ഈക്വൽ പാർട്ട്. ഇതാ ഒന്നാമത്തെ പാർട്ട് ഈ ഒരു ഭാഗമാണ് 3 ഈക്വൽ പാർട്ട് ആക്കിയില്ലേ. ഇതാ നോക്ക്, ഇതൊരു പാർട്ടാണ്, ഇത് രണ്ടാമത്തെ പാർട്ട്, ഇത് മൂന്നാമത്തെ പാർട്ട്. സിമ്പിൾ അല്ലേ കാര്യം?
സോ ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കെ, ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 7 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമഭുജ ത്രികോണം വരയ്ക്കാനാ പറഞ്ഞത്. അതായത് ഒരു സമഭുജ ത്രികോണം ഉണ്ട്. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ 3 വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണമാണ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എന്തായിരിക്കും പ്രത്യേകത? ഇതിന്റെ ചുറ്റളവ് എത്രയാണെന്നാ പറഞ്ഞത്? 7 സെന്റിമീറ്റർ. ചുറ്റളവ് എത്രയാണ്? 7 സെന്റിമീറ്റർ. അതായത് ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും എന്താണ്? 7 സെന്റിമീറ്റർ ആണ് ഇവന്മാർ 3 കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് അല്ലെ. 3 കൂടെ കൂട്ടിയാൽ 7 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഒരു വശം എത്രയായിരിക്കും? 7നെ 3 ഭാഗിച്ചതിൽ 1 ഇതും എന്തായിരിക്കും? 7നെ 3 ഭാഗിച്ചതിൽ 1 ഇതും എന്തായിരിക്കും? 7നെ 3 ഭാഗിച്ചതിൽ 1 അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഇതിന്റെ ഒരു വശത്തിന്റെ നീളം അറിയണം അല്ലെ. ഇതിന്റെ 3 കൂടെ കൂട്ടിയാൽ 7 സെന്റിമീറ്റർ ആണ് കിട്ടുക. അപ്പൊ ഒരു വശം എന്ന് പറഞ്ഞാൽ 7നെ 3 ഭാഗങ്ങളാക്കിയതിൽ 1 എന്ത്? ഇതിന്റെ ഒരു വശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ 7 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ പരിപാടി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ ചെയ്ത പോലെ തന്നെ 7 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ച് 7 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? 7 സെന്റിമീറ്റർ ലൈനെ നമ്മൾ 3 ഈക്വൽ പാർട്ടാക്കണം. പക്ഷെ നമുക്ക് കഴിയില്ല. 7നെ 3 ഈക്വൽ പാർട്ടാക്കുമ്പോൾ പോയിന്റ് ഉള്ള നമ്പറാ വരിക. അപ്പൊ നമുക്ക് കഴിയൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 7നോട് അടുത്ത 3 ഈക്വൽ പാർട്ടല്ലേ ആക്കേണ്ടത്? 7നോട് അടുത്ത 3ന്റെ മൾട്ടിപ്പിൾ എടുക്കുന്നു. 7നോട് അടുത്ത 3ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 6 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 6നെ 3 ഈക്വൽ പാർട്ടാക്കും. 2 2 2 എന്നെടുത്ത് 3 ഈക്വൽ പാർട്ടാക്കി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇവന്മാരെ രണ്ടാളി അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുന്നു അല്ലെ. ഇനി 7 എങ്ങനെയാ നമ്മൾ ഈക്വൽ പാർട്ടാക്കുക? 3 ഈക്വൽ പാർട്ട്. ഇതിന് പാരലൽ ആയിട്ട് ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കും, ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കും. അപ്പൊ 3 ഈക്വൽ പാർട്ടാക്കിയാൽ ഒരു പാർട്ടിന്റെ നീളം ദാ ഇത്രയാ വരുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ നേരെ നമ്മളുടെ ആരെടുക്കുന്നു? ആര് നമ്മളുടെ കോമ്പസേട്ടൻ എടുക്കുന്നു. ഈ കോമ്പസേട്ടനിലുള്ള കോമ്പസേറ്റനിൽ 7നെ 3 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമല്ലേ ഇതിന്റെ നീളം എടുക്കുന്നു. ഈ നീളമാണ് നമ്മളുടെ ഈ സമഭുജ ത്രികോണത്തിന്റെ ഒരു ലെങ്ത്, ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സിമ്പിൾ. ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ചാപം വരയ്ക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ചാപം വരയ്ക്കുന്നു അല്ലെ. ഇങ്ങോട്ടും ഒരു ചാപം വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്താൽ മതി? ഇവന്മാരെ രണ്ടാളും ഒന്ന് ജസ്റ്റ് കൂട്ടി യോജിപ്പിച്ചാൽ ഇവിടെ കിട്ടുന്ന ഇയാളില്ലേ, ഇയാളാണ് 7 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമഭുജ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ ആൻ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ആൻഡ് ഡിവൈഡഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ 2:3. 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിനെ 2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 8 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. ക്ലിയർ? 8 സെന്റിമീറ്ററിൽ ലൈൻ വരയ്ക്കും. ഇനി എന്താ? 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് നമ്മൾ വീതിക്കേണ്ടത്. 2:3. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2ഉം 3ഉം ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക? കൂട്ടിയാൽ എത്രയാ കിട്ടുക? 5 ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 സെന്റിമീറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുക? 2:3 ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഇത് മാർക്ക് ചെയ്യുന്നു. 5 സെന്റിമീറ്ററിലെ ലൈൻ വരച്ചു, 2 3 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവന്മാർ രണ്ടാളെയും കൂട്ടി യോജിപ്പിക്കുന്നു അല്ലെ. ഇവന്മാർ രണ്ടാളെയും കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി ഇവന് പാരലലായിട്ട് ഇതാ നമുക്ക് സമാന്തരമായിട്ട് ഇവിടുന്ന് ഒരു ലൈന് വരയ്ക്കുന്നു. ഓക്കെ, 2 ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് 2:3 എന്ന് പറയുന്ന എന്തിലായിരിക്കും? പാറ്റേണിലായിരിക്കും ഇവൻ ഉണ്ടാവുക. സിമ്പിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 16 സെന്റിമീറ്റർ ആൻഡ് സൈഡ് ഇൻ ദ റേഷ്യോ 3:4. അതായത് നമ്മളുടെ 15 സെന്റിമീറ്റർ ചുറ്റളവും വീതിയും നീളവും 3:4 എന്ന അംശബന്ധത്തിലുമായ ചതുരം വരയ്ക്കുക. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? ചുറ്റളവ് അല്ലെ. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ് അല്ലെ. പെരിമീറ്റർ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എങ്ങനെയാ കാണാം? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലെ. 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 15/2 ദാറ്റ് ഈസ് 7.5 ആയിരിക്കും ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും
കഴിഞ്ഞാൽ എത്ര കിട്ടും? 7.5 കിട്ടും. പക്ഷേ ലെങ്ത്തും ബ്രെഡ്ത്തും ഏത് നീളത്തിലാണ്? 3:4 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെങ്ത്തും ബ്രെഡ്ത്തും 7.5 അല്ലേ? ഇത് ആഡ് ചെയ്താൽ 7.5 ഉള്ള ലൈന് വരയ്ക്കുന്നു. അതിനെന്ത് ചെയ്യുന്നു? 3:4 എന്ന് പറയുന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. 7.5 നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു ലൈന് വരയ്ക്കാം. ഓക്കെ, ഇനി 3:4 ഇത് കട്ട് ചെയ്യണേ. അപ്പൊ ഇങ്ങനെയായിരിക്കും 3:4 കട്ട് ചെയ്യുക. 3ഉം 4ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാടാ കിട്ടുക? 7 ആണ് അല്ലേ? 3ഉം 4ഉം കൂടി ആഡ് ചെയ്താൽ 7 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 7 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, 7 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കും. ഇതിനെന്ത് ചെയ്യുന്നു? 3:4, അതായത് ഇതിന്റെ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. ഓക്കെ, 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് എന്താ ചെയ്യുക? ഇവനിങ്ങനെ കൂട്ടി യോജിപ്പിക്കും. ഓക്കെ, ഇവനെങ്ങനെ കൂട്ടി യോജിപ്പിക്കും. സിമ്പിൾ. ഇനി അടുത്തത് എന്താ ചെയ്യുക? ഇവന് പാരലായിട്ട് ഇങ്ങനെ ഈ സെറ്റ് സ്ക്വയറിനെ ഇങ്ങനെ നീക്കി കൊണ്ടുവന്നതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇവൻ എന്തായിരിക്കും? 7.5 എന്ന് പറയുന്ന ലൈനെ നമ്മൾ 3:4 എന്ന് പറയുന്ന അംശബന്ധത്തിൽ വീതിച്ചു. ഓക്കെ, 3:4 എന്ന് പറയുന്ന അംശബന്ധത്തിൽ എന്ത് ചെയ്തു? നമ്മൾ അതിനെ കട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മളോട് പറഞ്ഞത് എന്താണ്? നമ്മളുടെ നീളവും വീതിയും 3:4 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ്. അപ്പൊ ഇവിടെ എത്രയാണോ ലെങ്ത്, ഇതാ നോക്ക്, ഇവിടെ എത്രയാണോ ലെങ്ത് നോക്കുക, ഈ ലെങ്ത് എത്രയാ നോക്കുക, ഈ ലെങ്ത് എത്രയാ നിങ്ങൾ നോക്കുക. ഈ സെയിം ലെങ്ത് എന്ത് ചെയ്യുക? ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക, ഇവിടുന്ന് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടുന്നും അതേ നീളത്തില്. ഏത് നീളത്തിലാ? ഈ നീളമല്ലാതെ അടുത്തുള്ള നീളല്ലേ, അവനിൽ എന്ത് ചെയ്യുന്നു? ആർക്കുകൾ വരയ്ക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം, അതായത് 90 ഡിഗ്രിയിൽ കുത്തനൊരു ലൈൻ വരയ്ക്കാം. ഇനി എന്ത് ചെയ്താൽ മതി? ഇവന്മാർ രണ്ടാളെയും ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇതായിരിക്കും നമ്മളുടെ ചതുരം എന്ന് പറയുന്നത്. ഓക്കെ, ചതുരത്തിന്റെ നീളവും വീതിയും ഏത് അംശബന്ധത്തിലായിരിക്കും? ഒന്ന് 4, ഒന്ന് 3 അല്ലെ? 3:4 എന്ന് പറയുന്ന അംശബന്ധത്തിലായിരിക്കും. ഒരു പ്രശ്നവുമില്ലല്ലോ. ഇവന്മാർ രണ്ടാളൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ നീളാണ് കിട്ടുക, അതായത് 7.5. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്ക്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെന്റിമീറ്റർ. അതായത് നമ്മളോട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ എന്താണ്? ട്രയാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിന്റെ പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 11 സെന്റിമീറ്റർ ആണ് ചുറ്റളവെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനെ സൈഡ്സ് 2:3:4 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പൊ നമുക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ത്രികോണത്തിനെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ ആക്കി വെച്ചാൽ, നീർത്തി വെച്ച് കഴിഞ്ഞാൽ മൊത്തം 11 ഉണ്ടാവുക. ആ 11നെയാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താക്കിയിട്ടുള്ളത്? ഒരു ത്രികോണം വരച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം 11 സെന്റിമീറ്ററിലുള്ള ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, 11 സെന്റിമീറ്ററിലെ ലൈൻ വരയ്ക്കും. ഇതിനെന്താ ചെയ്യേണ്ടത്? 2:3:4 എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, 2:3:4 എങ്ങനെയാ കട്ട് ചെയ്യുക? നമ്മൾ സിമ്പിളാണ്. 2, 3, 4 ഇവന്മാർ 3 കൂടെ കൂട്ടിയാൽ എത്ര? 2ഉം 3ഉം 5 ആണ്, 5ഉം 4ഉം 9 ആണ്. അപ്പൊ ഞാൻ 9 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കേ. 9 സെന്റിമീറ്ററിൽ വെറുതെ ഒരു ചെരിഞ്ഞ ലൈൻ വരച്ചു. എന്നിട്ട് അതിനെ കട്ട് ചെയ്യുക എങ്ങനെയാണ്? 2, 3, 4. അപ്പൊ 1, 2, 1, 3 ആണ്, 1, 4 ആണ്. ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും, ഇതിന് പാരലായിട്ട് ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കും, ഇതിന് പാരലായിട്ട് ഇവിടുന്ന് ലൈൻ വരയ്ക്കും. അങ്ങനെയെങ്കിൽ ഈ 11 സെന്റിമീറ്ററിനെ എങ്ങനെ കട്ട് ചെയ്തു? നമ്മൾ 11 സെന്റിമീറ്ററിലെ ലൈനെ 2:3:4 എന്ന് പറയുന്ന അംശബന്ധത്തിൽ നമ്മൾ കട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ. ഇതിന്റെ നടുവിലുള്ള ഏതെങ്കിലും ഒരു ലൈൻ എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നടുവിലുള്ള ലൈന് നമ്മളുടെ ത്രികോണത്തിന്റെ ഒരു വശമാണെന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഈ സൈഡിലുള്ള ലൈനിലെ ഈ സൈഡിലുള്ള ലൈന് അത് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സൈഡിലുള്ള ലൈനിലെ ലെങ്ത്തിൽ ഞാൻ ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇതാ നോക്കിയേ, ഈ സൈഡിൽ നിന്നുള്ള ഈ ഒരു സൈഡിലെ 2 സെന്റിമീറ്റർ റേഷ്യോയിലുള്ള ഈ സൈഡിലെ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഞാൻ നോക്കിയേ, ഇതുപോലെ ഞാൻ ആർക്ക് വരയ്ക്കും. ഈ 2 ആർക്കുകളും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ലൈന് വരച്ചു കൊടുത്താൽ മതി. സോ ഇതായിരിക്കും എന്ത്? നമ്മളുടെ ത്രികോണം എന്ന് പറയുന്നത്. ഇതാ നോക്കി, ദിവനാണ് നമ്മളുടെ ത്രികോണം. ഇതല്ലാത്ത ബാക്കിയെല്ലാം ഓക്കെ, ഇതാണ് നമ്മളുടെ ത്രികോണം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അതും പഠിച്ചില്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ഭാഗത്ത് വരാം. അപ്പൊ പാരലൽ ലൈൻ എങ്ങനെയാ വരയ്ക്കാന്ന് അറിയെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പാരലൽ ലൈൻ വരച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാന്നുള്ള അതൊന്നും നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇനി അടുത്ത് നോക്ക്, സർക്കിൾ മെഷേഴ്സ് എന്നാണെങ്കിൽ ഒരുപാടൊന്നും ചോദിക്കാനില്ല. അത് നമുക്ക് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 4, 5, 3 ആൻഡ് സർക്കിൾ ഓഫ് ദ
ട്രയാങ്കിൾ. ഇവിടെ സർക്കം സർക്കിൾ വരയ്ക്കാനാ പറയാ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ട്രയാങ്കിൾ വരയ്ക്കുക, അതിന്റെ സർക്കം സർക്കിൾ വരയ്ക്കാന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ട്രയാങ്കിൾ വരയ്ക്കുക? നമുക്ക് അറിയുന്നത് തന്നെയാണ് അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സ്കെയിലും കോമ്പസും ആണ് ഇതിന് വേണ്ടത്. അപ്പൊ 3 സൈഡ്സ് ഉണ്ട്. ഒരു സൈഡ്സ് 4 ആണ്, ഒരു സൈഡ് 5 ആണ്, ഒരു സൈഡ് 3 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 4 സെന്റിമീറ്ററിൽ ഒരു സൈഡ് വരയ്ക്കുന്നു. ഒരു സൈഡ് വരച്ചേ. ഇനി എന്താണ്? 5ലും 3ലും ആണ്. 5 ആണ് വേറൊരു സൈഡ്, 3 ആണ് വേറൊരു സൈഡ്. അപ്പൊ 5 ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കോമ്പസിലെടുത്തെ 5 സെന്റിമീറ്ററിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് വരയ്ക്കുന്നു. ഒരു ആർക്ക് വരച്ചേ. ഇനി അടുത്തത് ഇവിടുന്ന് എന്താണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ 3 സെന്റിമീറ്ററിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് വരയ്ക്കുകയാണെ 3 സെന്റിമീറ്ററിൽ. ഇതാ നോക്ക്, 3 സെന്റിമീറ്ററിൽ മറ്റൊരു ആർക്ക് വരച്ചു. ഇവന്മാർ രണ്ടാളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റില്ലേ? ഇവന്മാർ രണ്ടാളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റില്ലേ? ഇതാ ഈ പോയിന്റ്. ഈ പോയിന്റിലേക്ക് ഞാൻ ഇവിടുന്നും ലൈൻ വരച്ചു. ഓക്കെ, 2 സ്ഥലത്തു നിന്ന് ലൈൻ വരച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ട്രയാങ്കിൾ കിട്ടി. ഇനി സർക്കം സർക്കിൾ എങ്ങനെയാ വരയ്ക്കുക? ഇതാ ഇത്രയേ ഉള്ളൂ. ഈ 2 ലൈൻസിനും നമ്മൾ എന്ത് വരയ്ക്കണം? സമഭാജികൾ, ബൈസെക്ടേഴ്സ് വരയ്ക്കണം. ഈ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും 2 സൈഡ്സിന് സമഭാജികൾ വരയ്ക്കുക. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പകുതിയിൽ അധികം എടുക്കുന്നു, താഴെ മുകളിലേക്കും ഞാൻ എന്ത് ചെയ്തു? ആർക്ക് വരച്ചു. ഈ സൈഡിന്റെ താഴെ ഇനി മുകളില് ആർക്ക് വരയ്ക്കുന്നു. അപ്പൊ ഇവന്മാർ രണ്ടാളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ ഞാൻ എന്ത് ചെയ്യും? ഒരു ലൈന് വരയ്ക്കും. ഇതാണ് എന്ത്? ഈ പച്ച കളറിലുള്ള ഈ ലൈനിലെ ഇതിന്റെ സമഭാജി എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത സമഭാജി വരച്ചു നോക്ക്. ഈ ലൈനിന്റെ വരയ്ക്കാണ്. ഏത് 2 ലൈനും വരയ്ക്കാം, നോ പ്രോബ്ലം. എങ്ങനെയാ വരയ്ക്കുക? പകുതിയിലധികം എടുക്കുന്നു, എന്ത് വരയ്ക്കുന്നു? ദാ ഈ സൈഡിലും ആർക്ക് വരയ്ക്കും, അതുപോലെ ഈ സൈഡിലും ആർക്ക് വരയ്ക്കും. ഇനി ഇതേ ലെങ്ത്തിൽ ദാ ഇതിന്റെ മൂലയിൽ കൊണ്ടുപോയി വെക്കുന്നു, ഇവിടേക്കും ആർക്ക് വരയ്ക്കുന്നു, അതുപോലെ ഇവിടേക്കും ആർക്ക് വരയ്ക്കുന്നു. ഇവന്മാർ രണ്ടാളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ നമ്മൾ എന്തായിരിക്കും? ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ 2 സമഭാജികളും 2 ബൈസെക്ടേഴ്സും നോക്ക് ഈ പോയിന്റിൽ കൂട്ടിമുട്ടി അല്ലെ. ഈ 2 സമഭാജികളും ഈ റോസ് കളറിലുള്ളതും പിങ്ക് കളറിലുള്ളതും എന്തായി? ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ ഏതെങ്കിലും ഈ ട്രയാങ്കിളിന്റെ ഈ മൂലയാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നോക്കുക ഈ മൂലയാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു മൂലയിലേക്ക് നിങ്ങൾ നീട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഈ ഒരു സർക്കിളിന്റെ പ്രത്യേകത എന്താണ്? പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിളിന്റെ പ്രത്യേകത എന്താണ്? ഈ സർക്കം സർക്കിൾ ഈ ത്രികോണത്തിന്റെ 3 മൂലകളിലൂടെയും കടന്നു പോകും. ഓക്കെ, ഇതേ ഉള്ളൂ. സർക്കം സർക്കിളിന് ഇതേ ചോദിക്കുകയുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നോക്ക്. വേറൊരു കാര്യം, എടാ ഇത് മാത്രം പോരാ, ഞങ്ങൾക്ക് ഫുള്ള് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മറക്കരുത്, നമ്മളുടെ ബൂസ്റ്റ് ബാച്ച് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിഷന്. ആദ്യം ചേരുന്ന 2000 കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെറും 1499 രൂപയ്ക്കാണ്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എമൗണ്ട് അടയ്ക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ ഒന്ന് നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് കിട്ടും? നമ്മുടെ ഓഫർ കിട്ടും. അപ്പോൾ ഓഫർ വെറുതെ ആക്കണ്ട, ഓഫർ വാങ്ങിക്കോ. ആകെ 10 സെക്കൻഡ് സമയം മതി അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്ത് നോക്ക്, റിയൽ നമ്പേഴ്സ്, രേഖീയ സംഖ്യകൾ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ √2 ഇതിന്റെ നീളം, ഈ ഒരു ലെങ്ത് ഉള്ള എന്ത് വരയ്ക്കാം? ഒരു ലൈന് വരയ്ക്കാൻ പറയും. √2 യൂണിറ്റ് നീളമുള്ള ഒരു ലൈന് വരയ്ക്കാൻ പറയും. അല്ലെങ്കിൽ √3, അല്ലെങ്കിൽ √5, അല്ലെങ്കിൽ √7. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സാധ്യതയുണ്ട്. ഇതിൽ ചിലപ്പോൾ എന്തായിരിക്കും? ഒരു ലൈന് വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ആരമുള്ള വൃത്തം വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഈ നീളം ഒരു വശത്തിന്റെ നീളമാവുന്ന സമചതുരം വരയ്ക്കാൻ പറയും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ നിങ്ങളോട് ചോദിക്കും. പക്ഷെ നമുക്ക് ഈ വൃത്തം വരയ്ക്കാനൊക്കെ നമുക്ക് സിമ്പിളാണ്. എന്ത് കിട്ടിയാൽ? ഈ നീളം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് അറിയുന്ന കാര്യമാണ് പൈതഗോറസ് തിയറം. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലെ. പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? നമ്മളോട് പറയുന്നത് കർണം സ്ക്വയർ അല്ലെ, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലെ. നമുക്ക് കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അതുപോലെ ബേസ് സ്ക്വയർ അല്ലെങ്കിൽ പാദം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ഹൈപ്പോട്ട്ന്യൂസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലെ. അതുപോലെ നമ്മളുടെ ബേസ് പാദം എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ഇനി എന്തായിരിക്കും നമ്മളുടെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്? റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഇങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇതുപോലെ എഴുതാൻ പറ്റുമോ? റൂട്ട് ടുവിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാം. അതായത് എന്തായിരിക്കും? നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. റൈറ്റ് ട്രയാങ്കിൾ വരച്ചതിൽ പാദവും ലംബവും 1 ആണ്. അങ്ങനെയെങ്കിൽ ഹൈപ്പോട്ട്ന്യൂസ് എന്താണ്? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ആയിരിക്കും എന്ത്? ഈ ഒരു ഹൈപ്പോട്ട്ന്യൂസിന്റെ നീളം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈപ്പോട്ട്ന്യൂസിന്റെ നീളമാണ് എന്ത്? റൂട്ട് 2 എന്ന് പറയുന്നത്. നിങ്ങളോട് ചിലപ്പോൾ എന്താ പറയാന്നറിയോ? ഇത് നിങ്ങളോട് സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്താൻ പറയും. സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ ദാ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വെറുതെ ഒരൊറ്റ ലൈന് വരയ്ക്കാം. സംഖ്യാരേഖ നമുക്കറിയാം, ഇതിന്റെ നടുവിൽ 0 ആയിട്ട് എഴുതിയാൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു 1 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററോ അകലത്തിൽ നിങ്ങൾ ഒരേ അകലത്തിൽ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യുകയാണെ 1 2 3 4 5 അങ്ങനെ പോകുന്നുണ്ട്. ബാക്കോട്ട് ആകുമ്പോഴോ -1 -2 -3 -4 ഇങ്ങനെ ബാക്കോട്ടും പോകും. ഇതാണല്ലേ നമ്മുടെ സംഖ്യാരേഖ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ 1 യൂണിറ്റ് അകലത്തിൽ 1 യൂണിറ്റ് അകലം നമ്മൾ മാർക്ക് ചെയ്യുക. ഇതാണ് 1 യൂണിറ്റ് അകലം എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് 1 യൂണിറ്റ് അല്ലെ. ഇതിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതേ അകലം ഞാൻ നോക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇത് എത്രയാണോ ഉള്ളത് അത് അത്ര തന്നെ ഞാൻ എന്ത് ചെയ്തു? മുകളിലേക്കും മാർക്ക് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയേ, ഇവന്മാരുടെ ഈ ഒരു ഹൈപ്പോട്ട്ന്യൂസ് ആയിരിക്കും എന്ത് വരുന്നത്? നമ്മളുടെ റൂട്ട് ഓഫ് ഇത് 1 യൂണിറ്റ് ആണ്, ഇത് 1 യൂണിറ്റ് ആണ്. അപ്പോൾ ഇതായിരിക്കും എന്ത്? റൂട്ട് 2 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് എത്രയാണ് നിങ്ങളുടെ കോമ്പസിൽ നോക്കുന്നു, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ നീളമാണ് ആര്? റൂട്ട് 2 എന്ന് പറയുന്നത്. ഓക്കെ, റൂട്ട് 2 എന്ന് പറയുന്നത് ഈ ഒരു നീളമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതാ നോക്കി, ഇതിൽ ഒന്ന് ഇത് ആരമായിട്ട് എടുക്കുന്നു, ഇങ്ങനെ വരച്ചാൽ ഓക്കെ റൂട്ട് 2 ആരമുള്ള സർക്കിൾ വരയ്ക്കുക എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോ റൂട്ട് 3 റൂട്ട് 5 റൂട്ട് 7 ഞാൻ പറഞ്ഞിട്ടെ. റൂട്ട് 3 റൂട്ട് 5 റൂട്ട് 7 ഇതൊന്നിച്ച് ഞാൻ പറഞ്ഞുതരാണേ. ഈ 4 മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. റൂട്ട് 3 ആക്ച്വലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് റൂട്ട് ഓഫ് 4 സ്ക്വയർ അല്ലെ. റൂട്ട് 3 എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ അല്ലെ, 3 സ്ക്വയർ -2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 3 സ്ക്വയർ -2 സ്ക്വയർ. 3 സ്ക്വയർ 9 ആണ്. ദെൻ 2 സ്ക്വയർ അല്ല സോറി 2 സ്ക്വയർ -1 സ്ക്വയർ എന്ന് എഴുതാം. കറക്റ്റ്, 2 സ്ക്വയർ -1 സ്ക്വയർ എന്ന് എഴുതാം. അതായത് റൂട്ട് 2 സ്ക്വയർ 4 ആണ്, 1 സ്ക്വയർ 1 ആണ്. അതായത് എന്തായി? റൂട്ട് 3 ആയി. ഇനി അടുത്ത് നോക്കിയേ, റൂട്ട് 5 എങ്ങനെ എഴുതാം? 3 സ്ക്വയർ -2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 3 സ്ക്വയർ 9 ആണ്, 2 സ്ക്വയർ 4 ആണ്. 9 - 4 5 ആയി. ഇനി ഇതിനൊക്കെ റൂട്ട് 7 നമുക്ക് 4 സ്ക്വയർ -3 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 4 സ്ക്വയർ 16 ആണ്, 3 സ്ക്വയർ 9 ആണ്. 16 9 പോയാൽ 7. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇങ്ങനെ ഒരു മട്ടത്രികോണം വരയ്ക്കുകയാണ്. ആ മട്ടത്രികോണത്തിൽ ഞാൻ പറയാണ് ഇതിന്റെ ഹൈപ്പോട്ട്ന്യൂസ് 2 ആണ്, ഇത് 1 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ലംബം എത്രയായിരിക്കും? റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ് അല്ലെ. 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3 ആയിരിക്കും അല്ലെ. റൂട്ട് 3 ആയിരിക്കും. സോ അതുപോലെ നമ്മൾ വരച്ചാൽ മതി. ഒരു റൈറ്റ് ട്രയാങ്കിൾ 1ഉം 2ഉം വരയ്ക്കുകയാണെങ്കിൽ, ഹൈപ്പോട്ട്ന്യൂസ് 2 ആയ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇതിന്റെ ഈ ഒരു ലംബവശായിരിക്കും എന്ത്? റൂട്ട് 3 എന്ന് പറയുന്നത്. ഓക്കെ, റൂട്ട് 3 എന്ന് പറയുന്നത്. ഇതെങ്ങനെയാ വരയ്ക്കാന്നറിയോ? ഇതുപോലെ തന്നെ നമ്മൾ വരച്ചു 0 1 2 3 4. ഇനി -1 -2 -3 -4 അങ്ങനെ പോകുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? 1 യൂണിറ്റ് ആണ് എന്ത്? നമ്മളുടെ പാദം അല്ലെ. ലംബം എന്ന് പറയുന്നത് 1 യൂണിറ്റാ. ഓക്കെ, 1 യൂണിറ്റ് ആണ്. എന്നിട്ട് അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ വെറുതെ എന്ത് ചെയ്യുന്നു? ലംബം എത്രന്ന് അറിയൂല, പാദം നമുക്കറിയാം, ലംബം എത്രന്ന് അറിയൂല. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു ലെങ്ത് മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്ത അറിയുന്ന കാര്യമാണ് നമുക്ക് ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്?
2 ആണ്. അപ്പോൾ നമ്മളുടെ സ്കെയിൽ അല്ല കോമ്പസിൽ നമ്മൾ എന്തെടുത്തു 2 യൂണിറ്റ് എടുത്തേ, 0 to 2 2 യൂണിറ്റ് എടുത്തേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ വശത്ത് നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ ഹൈപ്പോട്ന്യൂസ് വരുന്നത്. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് എവിടം വരെയാ, ഇവിടം വരെയാ ഉണ്ടാവുക. ഈ നീളമായിരിക്കും ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. സോ ഇത് 1 യൂണിറ്റ് ആണ് എടുത്തത്, ഇത് 2 യൂണിറ്റ് ആണ്, ഇതെന്തായിരിക്കും √3 ആയിരിക്കും. സിമ്പിൾ. ഏതായിരിക്കും, ഇത് √3 ആയിരിക്കും. അപ്പൊ ഇത് നമ്മളുടെ കോമ്പസിൽ എടുക്കുന്നു, ഇത് അങ്ങോട്ട് വരയ്ക്കുന്നു, ഇതാ ഇവിടെ വരെ ഉള്ളതായിരിക്കും. എത്രയെന്ന് അറിയില്ല, അത്രയൊക്കെ ആയിരിക്കും നമുക്ക് √3 വരുന്നത്. ഓക്കെ, √3 വരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, √5ഉം √7 ഒക്കെ നിങ്ങളൊന്ന് വരച്ചു നോക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരുപോലെ വരയ്ക്കാൻ പറ്റിയതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ആളാണ് സിമിലർ ട്രയാങ്കിൾ, സദൃശ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റിനെ ഇതിൽ നിന്ന് വരുള്ളൂ. അതായത് ഇതാ നോക്കിയേ, ചിലപ്പോൾ ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് ദ സെയിം ആസ് ദോസ് ആൻഡ് ട്രയാങ്കിൾ ഷോൺ സൈഡ് സ്കെയിൽഡ് ബൈ 1/4. ചിത്രത്തിലെ ത്രികോണത്തിന്റെ അതേ കോണുകളും വശങ്ങളുടെ നീളം 1/4 മടങ്ങുമായ ത്രികോണം വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ എന്തോ ഒരു ത്രികോണം നമ്മൾ വരയ്ക്കണം. നമ്മൾ ഏതോ ഒരു ത്രികോണം നമ്മൾ വരയ്ക്കണേ. ത്രികോണം വരയ്ക്കണം. ഞാൻ പറയാണ് ഇതിപ്പോ ത്രികോണം PQR ആണെന്ന് വെച്ചോ. അപ്പൊ ഇവര് പറഞ്ഞു എന്താണ്, എല്ലാ വശങ്ങളും 1/4 ആണ്, 1/4 മടങ്ങാണ്. ഇതിന്റെ ഓരോ വശത്തിന്റെയും 1/4 മടങ്ങാണ് ഇതിന്റെ വശം. അപ്പൊ ഇവിടെ ഇപ്പൊ ഇതിനെ ഞാൻ ABC എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, PQ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ PQ എന്ന് പറയുന്നത് AB-യുടെ 1/4 മടങ്ങായിരിക്കും. 1/4 എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ ആദ്യം നമ്മുടെ സ്വന്തം ഫ്രാക്ഷനിലേക്ക് മാറ്റുക. അതായത് 4 ഗുണിക്കണം 1 എത്രയാ 4, അതിനോട് 1 കൂട്ടുക +1 ബൈ എന്താണോ ഡിനോമിനേറ്ററിൽ അത് എഴുതുന്നു 5/4. ഓക്കെ, അപ്പൊ ഈ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ 5/4 ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, PQ എന്ന് പറയുന്നത് AB-യുടെ 5/4 ഭാഗമാണ്. 5/4 ഇൻറ്റു AB, അതായത് 5/4 ഇൻറ്റു AB-ന്റെ നീളം എത്രയാ 8. ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും, 8/4, 8 ഹരിക്കണം 4 എത്രയാ 2, 5 ഇൻറ്റു 2 10 സെന്റിമീറ്റർ. സോ നമ്മൾ PQ എത്ര എടുക്കേണ്ടത്, 10 സെന്റിമീറ്റർ. ഇനി അടുത്ത നോക്കിയേ, ഇനി BCയും ഏതും ഇവിടെ ഈക്വൽ QR ആണ് അല്ലെ. അപ്പൊ QR എന്തിന് ഈക്വൽ ആണ്, QR ഇവിടുത്തെ QR ഇതേ സെയിം QR-ന്റെ 1/4 5/4 മടങ്ങാണ് അല്ലെ. 5/4 മടങ്ങ് ഓഫ് ആരായിരിക്കും, BC ആണ്. ദാറ്റ് BC 6 ആണെങ്കിൽ ഇതാ നോക്കി, BC 6 ആണെങ്കിൽ 5/4 ഇൻറ്റു 6. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവന്മാരെ കട്ട് ചെയ്യുന്നേ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 2 ഉണ്ട്. അപ്പൊ 5 ഇൻറ്റു 3 15/2, ദാറ്റ് ഈസ് 7.5 ആയിരിക്കും എന്ത് ഇവന് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആരാണ്, നമ്മളുടെ AC-യുടെ 1/4 മടങ്ങാണ് നമ്മളുടെ PR എന്ന് പറയുന്നത്. PR എന്താണ്, AC-യുടെ 1/4 മടങ്ങ്, അതായത് 5/4 ഓഫ് AC ആണ്. സോ 5/4 ഓഫ് AC എത്രയാണ്, 4 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഈ 4ഉം കട്ട് ചെയ്തു. സോ 5 സെന്റിമീറ്റർ. ഇത് 5 ആയിരിക്കും. സിമ്പിൾ അല്ലേ. അപ്പൊ നിങ്ങൾ വേറൊന്നും ആംഗിൾസ് സെയിം ആണെന്നൊക്കെ പറയുന്നുണ്ട്, ഇതിങ്ങനെ വരച്ചാൽ എന്തായാലും ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പൊ 10 സെന്റിമീറ്റർ വരയ്ക്കുന്നു, 5-ൽ ഒരു ആർക്ക് വരയ്ക്കുന്നു, ഇനി 7.5-ൽ വേറൊരു ആർക്ക് വരയ്ക്കുന്നു, ഇവരെ കൂട്ടി യോജിപ്പിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പോൾ വരയ്ക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. ഇതിന്റെ പുറമേ ഒന്നും നിങ്ങൾക്ക് വരയ്ക്കാൻ വരാനില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. നമ്മുടെ ലൈവ് ഒന്നും മറക്കണ്ട, 7 മണിക്ക് ഉണ്ടാവും ലൈവ്. 7 മണിന്റെ ലൈവിൽ ഓടിച്ചാടി ഇങ്ങോട്ട് പോരും കേട്ടോ. സോ ഇതിന്റെ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായി നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. സോ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കാണാം. അതുവരേക്കും ബൈ.